ഞാൻ പറഞ്ഞത് അത്ര പറഞ്ഞില്ല. നമ്മൾ ആദ്യ സമയത്ത് ഇതിവിടുത്തെ പാർക്കാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെ വിശാലമായ ബീച്ച് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളങ്ങ് ബീച്ചിൻ്റെ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ടൈമിൻ്റെ കുറവുള്ളതുകൊണ്ട് ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവിടെ ഒരു പൈൻ തോട്ടമുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഗോവയിൽ വന്നാൽ ബീച്ചുകളാണ് മെയിനായിട്ടുള്ളത്. ഗോവ വരുവാന്ന് പറയുന്നതാണ് നമുക്കൊരു അഭിമാനം. ഗോവ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോയിട്ടുണ്ടെന്ന് തന്നെ പറയണം. അതൊക്കെ രസമുള്ള ബീച്ചുകളാണ് ഗോവയിലെ ബീച്ചുകളൊക്കെ. നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അങ്ങോട്ട് എങ്ങോട്ട് പോണേ? ആ, മീൻ തിന്നാൻ പോവും അല്ലേ? ഇച്ചിരി വെക്കണേ അവിടെ. കുഞ്ഞിനെ അതിൻ്റെ അകത്തുനിന്ന് കയറിയിട്ട് ഇറങ്ങാൻ ഇച്ചിരി പെടുന്നുണ്ട് കേട്ടോ. കഷ്ടപ്പെട്ട് ഇറങ്ങുന്നുണ്ട് വെച്ച്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബോട്ടിങ്ങിന് പോവാണേ. ഇവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ബോട്ടിങ്. ഞങ്ങൾ അപ്പുറത്തായിരുന്നു ബോട്ടിങ് പറഞ്ഞത്. പക്ഷെ അങ്ങോട്ടേക്ക് അവിടെ ഇന്ന് ക്ലോസിങ് ആവുമല്ലോ. അതുകൊണ്ട് ഇവിടെ തന്നെ ബോട്ടിന് പോകാൻ തീരുമാനിച്ചു. മെറാം ബീച്ചിൽ. ഡ്രൈവിംഗ് ബീച്ചാണോ ഇത്? ഈ ബീച്ചിനകത്ത് പൈൻ മരങ്ങളുണ്ട് ഇഷ്ടം പോലെ. കുറേ ഇരിക്കാനൊക്കെ ആയിട്ട്. അതെ. വർഗീസ് സാറിൻ്റെ വീട് എവിടെയാ ശരിക്കും? കണിയാൻ പറ്റാ പള്ളി? ഏതാ പള്ളി? യാക്കോബ പള്ളിയാ? ഓക്കെ. മക്കള് അപ്പൊ നീ ബോട്ടിങ്ങിന് വരുന്നില്ലായിരിക്കും അല്ലേ? നല്ല ചൂടത്ത് ചുട്ട് പഴുക്കുന്ന മണലിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ് ബോട്ടിങ്ങിന്. ബ്ലോഗ് ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് ബോട്ടിങ്ങിനായി പോകാൻ ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട്
പൊള്ളുന്നു പൊള്ളുന്നു. വൈകുന്നേരം വന്ന് ഇവിടെ നല്ല രസമുണ്ടാവും, അധികം വലിയ ചൂടില്ലാത്തതുകൊണ്ട്. നല്ല രസമല്ലേ മഴയിൽ കൂടി ഇങ്ങനെ നടന്നു വരാൻ എല്ലാവർക്കും? നമ്മുടെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പോകാനുള്ള. ഇതാ ഞങ്ങളെല്ലാവരും ഇവിടെ ബോട്ടേ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കുവാണ്. ഇവിടെ ഉണ്ടായിരുന്ന ബോട്ട് പോവുകയാണ്, വേറെ ഒരെണ്ണം വരുന്നുണ്ട്. അതിനെന്താ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് തിരിച്ച് പോവുകയാണ്. പോയിട്ട് വേറെ ബോട്ട് വരുന്നുണ്ട്. എന്താ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാനായിട്ട് ഞങ്ങളുടെ ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളതിനകത്ത് കയറാൻ പോവുകയാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെള്ളത്തിലേക്ക് ചാടി ബോട്ടേ കയറുന്നുണ്ട് കേട്ടോ. ഇതാ എല്ലാവരും കയറുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ടീം എല്ലാവരും ബോട്ടേ കയറിയിരിക്കുന്നുണ്ട്. നനയാതെ കയറാൻ പറ്റും, കാല് കഴിച്ച് കയറ്റിയതാ. चेक करो येलो कलर का टिकट, थोड़ा चेक करो किसके पास टिकट है. So, welcome to Dolphin, सभी का डॉल्फिन फेमस बीच और बीच के ऊपर रंगीला मुनाबाई MBBS एंड गोल वाले फिल्म का शूटिंग हुआ था. तो फिर हम लग रहे हैं ये माउथ ऑफ रिवर गोवा मांडे रिवर है. अब हम जाएंगे अरेबियन सी में जब आपको डॉल्फिन और साइड सीन दिखाएंगे. तो सभी ध्यान में रखो, जब भी प्लास्टिक वाली से पानी में नहीं फेंकेगा, सामने डस्टबिन का यूज करो. तो किसी को सामने रुकने का है, दोनों समय ओपन फ्रंट रुक सकता है, लहरों का मजा ले सकता है. किसी को सामने जाके रुकने का है, दोनों समय ओपन फ्लोर. तो किसी को डांस करना है, सामने डांस और डांस करते हैं हमारे म्यूजिक ऑन रहेगा. सॉफ्ट ड्रिंक तो बोर्ड पे अवेलेबल है, आपको चाहिए हम लोग पीछे आके लेके पी सकते हैं. तो एंजॉय कर सभी लोग और ट्रिप का पैसा वसूल करें.
പോണ സ്ഥലം ഡോൾഫിൻ പോയിന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിനെയൊക്കെ കാണാം ഇതിലൂടെ. जिमी पैलेस और इस ओनर का नाम है जिमी गंजीदार, जो मुंबई का एक बहुत बड़ा डायमंड स्मगलर था। ये बंगला उसने 35 साल पहले बनाया था, 35 years ago, और ये बंगला बनने के लिए उसको उस टाइम 80 करोड़ रुपए खर्च हुआ था। पूरा 80 करोड़ रुपए का बंगला है। ये बंगला पूरा अंडरग्राउंड है और उसमें टोटल 16 कमरे हैं। तो उस बंगले के ऊपर देखो, जब आपको व्हाइट का चर्च दिखाई दे रहा है, इसे सेंट लॉरेंस चर्च कहते हैं। सेंट लॉरेंस चर्च बहुत ही पुराना चर्च है, जो पोर्तुगीज गोवा में रूल करा था, उस यहाँ पे चर्च बनाया था। जोश मूवी का शूटिंग हुआ था, मर्डर 2 एंड जोश। तो राइट साइड सामने देखो, किनारे पे देखो, जब आपको छोटे छोटे घर दिखाई दे रहे हैं, ये गोवा की सेंट्रल जेल है। गोवा की सेंट्रल जेल, गोवा द सेंट्रल जेल। ये जेल भी पूरी अंडरग्राउंड है और जेल के अंदर अजय देवगन की कयामत फिल्म की शूटिंग हुई थी। अजय देवगन की फिल्म कयामत, और जेल को पहले काला पानी भी कहा जाता था। फिलहाल ये जेल बंद है, अभी म्यूजियम बना गया है। तो जेल के ऊपर देखो, पहाड़ के ऊपर देखो, जो आपको फोर्ट दिखाई दे रहा है, ये अगवादा फोर्ट है। और इस फोर्ट के ऊपर अक्षय कुमार का सिंगिंग निंजा फिल्म का शूटिंग हुआ था। अक्षय कुमार का सिंगिंग फिल्म। और फोर्ट के साइड में देखो, जो आपको व्हाइट का पोल दिखाई दे रहा है, व्हाइट का खंभा देखो, इसे लाइट हाउस कहते हैं। बाहर से जो भी बड़ा बड़ा शिप आता है गोवा में, वो इसी का सिग्नल पकड़ के गोवा में आता है। ये बोट का सिग्नल है लाइट हाउस। सभी बोट के राइट हैंड साइड से सामने देखो, यहाँ पर आपको डॉल्फिन दिखाई देगा। राइट हैंड साइड से सामने देखो, यहाँ पर आपको डॉल्फिन दिखाई देगा। डॉल्फिन नेचुरल है, कभी भी ऊपर सकता है। आप लोग एक ही डॉल्फिन ऊपर आ रहा है। आप लोग पानी में काट के देखो, आपको डॉल्फिन दिखाई देगा। ഡോൾഫിൻ ഇവിടെ ചാടത്തില്ല. അപ്പോൾ ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. എല്ലാ ബോട്ടുകളും ഇങ്ങനെ തിരക്കിട്ടിട്ട്. देखिए को डॉल्फिन ऊपर आ जाएगा। എല്ലാവരും ഡോൾഫിനെ കാണാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇടയ്ക്ക് ഓരോന്നും നല്ല പൊന്തുന്നുണ്ട്. എല്ലാവരും പൺസൈഡിലോട്ട് എല്ലാവരും അതിന്റെ ഇതിലോട്ട് പോകണം. പേടിച്ചുകൊണ്ട് പോകുന്നതാണ്.
ബോട്ടിങ് എൻജോയ് ചെയ്തിട്ടുണ്ട്. तो जो लोग सब ऊपर खड़े बैठे सब लोग पीछे जाओ प्लीज, थोड़ा सा पीछे जाओ. ബോട്ടെ കയറിയിട്ട് എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. എങ്ങനെയുണ്ടോ ബോട്ടെ കയറിയിട്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു അല്ലേ? എൻജോയ് ചെയ്തില്ലേ ശരിക്കും? അടിപൊളി. ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞാവേ? ബോട്ട് കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? ബോട്ട് ഇഷ്ടായോ? സൂപ്പർ ആയിരുന്നാ? മിണ്ടൂലല്ലേ? സൂപ്പർ എന്ന് പറ. ആണോ? അപ്പോൾ നല്ലൊരു അടിപൊളി ബോട്ടിങ് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബീച്ചിൽ നിന്ന് പോവുകയാണ്. ഇനി ഞങ്ങൾ റൂമിൽ പോയി ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.